കട്ട് ആൻഡ് പേസ്റ്റിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് പോകുന്നത് ഇടുക്കി ജില്ലയിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമായ വാഗമണ്ണിലേക്കാണ്. KK റോഡിൽ വന്നതിന് ശേഷം കുട്ടിക്കാനത്ത് നിന്നും ഏലപ്പാറ വഴിയാണ് നമ്മളിന്ന് വാഗമണ്ണിലേക്ക് പുറപ്പെടുന്നത്. ഏതാണ്ട് 24 കിലോമീറ്ററോളം കുട്ടിക്കാനത്ത് നിന്നും വാഗമണ്ണിലേക്കുണ്ട്. കോട്ടയത്ത് നിന്നും ഈരാറ്റുപേട്ട വഴിയും നമുക്ക് വാഗമണ്ണിലേക്ക് പോകാം. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഏലപ്പാറ ജംഗ്ഷനിലാണ്. ഇടുക്കിയുടെ മനോഹാരിത ആസ്വദിച്ച് നമുക്കിതുവഴി കടന്നു പോകാം. എത്ര മനോഹരമീ ഭൂമി ചിത്രത്തിലെഴുതിയ പോലെ ചൈത്രസഖി വന്നു. തൊടുപുഴ വഴിയാണ് വരുന്നതെങ്കിൽ മുട്ടം ചെന്നിട്ട് ഈരാറ്റുപേട്ട വഴിയും നമുക്ക് വാഗമണ്ണിലെത്താം. മൂലമറ്റം റൂട്ടിൽ കാഞ്ഞാറ് ചെന്നതിന് ശേഷം പുള്ളിക്കാനം വഴിയും നമുക്ക് വാഗമണ്ണിലേക്ക് എത്തുവാൻ സാധിക്കും. ചിത്രത്തിലെഴുതിയ പോലെ ചൈത്രസഖി വന്നു ചമയിച്ചൊരുക്കിയൊരാശ്രമ കന്യയെ പോലെ, ആശ്രമ കന്യയെ പോലെ. നമ്മളിപ്പോൾ ഏതാണ്ട് വാഗമണിൻ്റെ ഗേറ്റിനടുത്ത് എത്താറായി. ഏതാണ്ട് 40 മിനിറ്റോളം കുട്ടിക്കാനത്ത് നിന്നും ഇവിടേക്ക് ദൂരമുണ്ട്. ഇപ്പോൾ സ്കൂൾ അവധിയൊക്കെ ആയതിനാൽ വളരെ തിരക്ക് കൂടുതലാണ്. അകത്തേക്ക് പോകാനുള്ള ക്യൂ ആണ് ഈ കാണുന്നതെല്ലാം. ഇത് അഡ്വഞ്ചർ പാർക്കാണ്. ഇതുപോലെ ധാരാളം സ്ഥലങ്ങളുണ്ട്. ഇവിടെ എന്തൊക്കെയാണെന്നുള്ളത് ബോർഡിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഉള്ളിൽ ചെന്നിട്ടാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉള്ളിലാണ്. നമുക്കപ്പോൾ അകത്തേക്ക് പോകാം. പാർക്കിങ്ങിനൊക്കെ വിശാലമായ സ്ഥലങ്ങളുണ്ട്. മുൻപ് ഇവിടെ വെറും മൊട്ടമല മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ അത് KTDC എല്ലാം വികസിപ്പിച്ച് ധാരാളം ഉല്ലാസത്തിനുള്ള മാർഗങ്ങൾ നമുക്കിവിടെ ഒരുക്കിയിട്ടുണ്ട്. പുല്ലുകൾ നിറഞ്ഞ നിരപ്പായിട്ടുള്ള മുട്ടമലകളാണ് ഇവിടെ ധാരാളം ഉള്ളത്. ഏക്കർ കണക്കിന് സ്ഥലം ഇവിടെ ഉണ്ട്. നമ്മളപ്പോൾ കാർ പാർക്ക് ചെയ്ത് കഴിഞ്ഞ് നമുക്കിനി ഉൾവശത്തേക്ക് പോകാം. ടിക്കറ്റ് എടുക്കുന്ന ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇതാണ് ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറിൻ്റെ പരിസരം. നിറയെ ആൾക്കാരുണ്ട്. സ്കൂൾ അവധിയൊക്കെ ആയതിനാൽ ധാരാളം ആൾക്കാർ എത്തിയിട്ടുണ്ട്. ഭയങ്കര തിരക്കാണ്. ഈ മൊട്ടമലകളുടെ വശങ്ങളിലായിട്ട് കൊക്കയുണ്ട്. അഗാധമായ ഗർത്തമാണ് ഇതിനുള്ളത്. അതൊക്കെ വീക്ഷിക്കുവാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെയുണ്ട്. കൃത്രിമമായി നിർമ്മിച്ച ടവറിലുള്ള വ്യൂ പോയിൻ്റ് ഉണ്ട്. പിന്നെ ഗ്ലാസ് ബ്രിഡ്ജുണ്ട്. അതിൻ്റെ മുകളിൽ നിന്ന് ആഴത്തിലേക്ക് നമുക്ക് നോക്കുവാൻ സാധിക്കും. ഒപ്പം പാരച്യൂട്ടിൽ പറക്കാനുള്ള സംവിധാനം, സൈക്ലിങ്, അങ്ങനെ പലതും ഇവിടെ തന്നെ ഉണ്ട്. ഇടുക്കിയുടെ മൊത്തം ഭംഗിയും ആവാഹിച്ച് ഇവിടെ വെച്ചിരിക്കുന്ന പോലെ തോന്നും. അതേപോലെ ഇടുക്കി ജില്ല മുഴുവൻ നമുക്ക് ഇവിടെ നിന്നും ആസ്വദിക്കാൻ സാധിക്കും. പരമാവധി എല്ലാവരും കാലാവസ്ഥ നോക്കിയിട്ട് എത്താൻ ശ്രമിക്കുക. കാരണം ഇപ്പോൾ നല്ല ചൂട് സമയമാണ്. ഈ സമയത്ത് രാവിലെ വന്നു കഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. ഉച്ചയ്ക്ക് ശേഷം എത്തുന്നതായിരിക്കും നല്ലത്. ഒരു 2 മണിക്ക് ശേഷം എത്താമെങ്കിൽ അല്പം വെയിലൊക്കെ കൊള്ളാതെ നമുക്ക് കഴിച്ചു കൂട്ടാം. അല്ലെങ്കിൽ
വെയിൽ നന്നായിട്ട് അടിക്കുന്നുണ്ട് ഇവിടെ. ടിക്കറ്റ് കൗണ്ടറിൽ എന്തെല്ലാം ഉണ്ടെന്നും അതിൻ്റെ തുകയും വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അഗാധ ഗർത്തങ്ങൾ കാണുവാനുള്ള ഊഞ്ഞാലയും റോപ്പിലുള്ള സൈക്ലിങ്ങും വ്യൂ പോയിൻറ്റും അതേപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഗ്ലാസ് ബ്രിഡ്ജ് എന്നുള്ളത്. ഇതാ കാണുന്നതാണ് ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ടവർ. അതിൽ നിന്നും ഒരു 50 മീറ്ററോളം ദൂരത്തിലെ ഗ്ലാസിൻ്റെ പാലമാണ്. ആ പാലത്തിൽ നിന്ന് നമുക്ക് താഴേക്ക് അഗാധ ഗർത്തങ്ങളിലേക്ക് നോക്കുവാൻ സാധിക്കും. അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഐറ്റം എന്ന് പറയുന്നത്. ഉദയഗിരി തിരുമുടിയിൽ പൈനാവിൻ വെൺമണിയിൽ കല്ലാറിൻ നനപോലും കടവിൽ കാണാമകളെ കേൾക്കാമകളെ കനകപ്പൂങ്കുളുന്തൊത്ത പെണ്ണ്. ഇതെല്ലാം കൊച്ചുകുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നതാണ്. മലമേലെ തിരിവെച്ച് പെരിയാറിൻ തളയിട്ട് ചിരിതൂകും പെണ്ണല്ലേ ഇടുക്കി. ഇവളാണ് മിടുമിടുക്കി. വളരെയധികം സമയം ചെലവഴിക്കാനുള്ള സൗകര്യങ്ങളും അതുപോലെ ഏക്കർ കണക്കിന് മുട്ടക്കുന്നുകളും ഉണ്ട്. നമുക്ക് ധാരാളം ചുറ്റിക്കറങ്ങി കാണുവാൻ സാധിക്കും. ഒരു പ്രശ്നമേ ഉള്ളൂ, കാലാവസ്ഥ നന്നായി നോക്കിയതിന് ശേഷം മാത്രം വരിക. ഈ സമയത്ത് വരുന്നവർ ഉച്ചയ്ക്ക് ശേഷം വരുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. ഇല്ലെങ്കിൽ വെയിൽ നന്നായി അടിക്കും. ഇപ്പോൾ സ്കൂൾ അവധിയായതിനാൽ രാവിലെ മുതൽ വളരെയധികം തിരക്കാണ്. ഈ കുന്നിൻ്റെ ഇടഭാഗങ്ങളിൽ ചെറിയ ചെറിയ തടാകങ്ങൾ ഉള്ളതിനാൽ ബോട്ടിങ്ങിനുള്ള സൗകര്യമുണ്ട്. ഇത് VR ആണ്. റോളർ കോസ്റ്റർ പോലുള്ള അഡ്വഞ്ചർ ചിത്രങ്ങൾ കാണുവാനുള്ള സൗകര്യമുണ്ട് ഇവിടെ. അതെല്ലാ പ്രായത്തിലുള്ളവർക്കും കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ കാണാൻ സാധിക്കും. മലമേലെ തിരിവെച്ച് പെരിയാറിൻ തളയിട്ട് ചിരിതൂകും പെണ്ണല്ലേ ഇടുക്കി. ഇവളാണ് മിടുമിടുക്കി. മലയാളക്കരയുടെ മടിശീല നിറയ്ക്കണ നലമേറും നാടല്ലോ ഇടുക്കി. ഇവളാണ് മിടുമിടുക്കി. ശരിക്കും ഇടുക്കിയുടെ ഭംഗി മുഴുവൻ ആവാഹിച്ച് വാഗമണ്ണിൽ വെച്ചിരിക്കുന്ന പോലെ നമുക്ക് തോന്നും. അത്രയ്ക്കും മനോഹരമായ സ്ഥലമാണ്. അടുത്തത് നമുക്കിനി വാഗമണ്ണിൻ്റെ പ്രധാന കാഴ്ചയായ പാരച്യൂട്ടിലുള്ള പറക്കലാണ്. അതിനടുത്തേക്ക് പോകാം. പാരച്യൂട്ട് പറക്കൽ കാണുക മാത്രമല്ല അതിൽ സഞ്ചരിക്കുവാനും ഒപ്പം 10-40 കിലോമീറ്ററോളം മലയിടുക്കിൽ അഗാധമായ ഗർത്തത്തിന് മുകളിലൂടെ പറന്ന് അതിൻ്റെ വീഡിയോ ഒക്കെ പകർത്താനുള്ള സൗകര്യവും അവർ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെയാണ് വാഗമൺ കാഴ്ച പൂർത്തിയാകുന്നത്. അതിസാഹസമായ ഒരു പറക്കലിൻ്റെയും അനുഭവത്തിൻ്റെയും നേർക്കാഴ്ചയാണ് വാഗമൺ. മാണിക്കച്ചിറകുള്ള മാറത്തു കോരിയുള്ള വായാടി പക്ഷിക്കൂട്ടം വന്നുപോയി. കാടൊന്നു കാണാനായി കൂടൊന്നു കൂട്ടാനായി ആകാശപ്പുഴ നീതി കുതിച്ചുപോയി. കണ്ടു മലനിര, കണ്ടു താഴ്വര, മാമരം കണ്ടേ ചോല. കിലോമീറ്ററോളം ദൂരെയുള്ള ഇടുക്കിയുടെ ഭംഗി പൂർണ്ണമായും ആസ്വദിക്കുവാനും ഒപ്പം നല്ലൊരു ആകാശപ്പറക്കലും അഗാധങ്ങളിലേക്കുള്ള ഒരു നേർക്കാഴ്ചയും ഈ പറക്കലിലൂടെ ലഭ്യമാവുന്നതാണ്. ഒപ്പം എന്നും ഓർമ്മയിൽ സൂക്ഷിക്കാനുള്ള ഒരു അനുഭവവും.
പലതുണ്ടേ കാടേറാൻ വാ, കൂടേറാൻ വാ. കണ്ടതുമല്ല കേട്ടതല്ല കാണാക്കാനല കാഴ്ചകൾ തന്തിനത്താനേ താനാനേ തന്തിനത്താനിന്നാനിന്നാനേ. കണ്ടു വീശും കാറ്റിൻ വീറും കണ്ടേ ഇരുളുലാത്തും വഴികളും കോടമഞ്ഞുണ്ടേ കൂമനുമുണ്ടേ തുടലി മുള്ളുണ്ടേ കാടേറാൻ വാ, കൂടേറാൻ വാ. കണ്ടതുമല്ല കേട്ടതല്ല കാണാക്കാനല ഭംഗികൾ തന്തിനത്താനേ താനാനേ തന്തിനത്താനിന്നാനിന്നാനേ. മാണിക്യച്ചിറകുള്ള ഭാരത്തു കോരിയുള്ള വായാടി പക്ഷിക്കൂട്ടം വന്നു പോയി പാടുന്നു കാണാനായി കൂടുന്നു കൂട്ടാനായി ആകാശപ്പുഴ നീന്തി കുതിച്ചു പോയി.